അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 28 ശനിയാഴ്ച. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുനെ ഹൃദയത്തിലേറ്റുവാങ്ങിയ ശേഷം വിട നൽകി ജന്മനാട്. കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ മന്ത്രി AK ശശീന്ദ്രനും KK രമ MLAയും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാറും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനെ അനുഗമിച്ച് വിലാപയാത്ര 9:30 കണ്ണാടിക്കലെ അമരാവതി എന്ന വീടിനരികിലേക്ക് എത്തിയത്. ആദ്യം വീടിനകത്തും പിന്നീട് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ആദരവർപ്പിക്കാനായി മൃതദേഹം വീടിന് പുറത്തും പൊതുദർശനത്തിനായി വെച്ചു. തുടർന്ന് 11:20 സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. 11:45 അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി സഹോദരൻ അഭിജിത്ത് അർജുന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. അർജുന് ജീവനോടെ ലഭിക്കാൻ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു നോക്കിയെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ. അർജുന്റെ മകന്റെ ആ കളിപ്പാട്ടം തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും ആ കുഞ്ഞുലോറിയാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്നും MLA പറഞ്ഞു. ഇതുപോലൊരു ദൗത്യം ജീവിതത്തിൽ ആദ്യമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയൊരു സല്യൂട്ടെന്നും കേരളത്തിന്റെ ഈ ഐക്യം തനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഷെയ്ഖ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ അവകാശവാദം. ഇസ്രായേൽ സൈന്യമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. അതേസമയം വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നസ്രല്ലയുടെ മകൾ സൈനബ് നസ്രല്ല കൊല്ലപ്പെട്ടതായും ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറത്തുവന്ന റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ഇറാൻ പിന്തുണയോടെ ഹിസ്ബുള്ള ഇസ്രയേൽ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പുതിയ സംഭവ വികാസങ്ങൾ നയിക്കാനും സാധ്യതയുണ്ട്. തൃശൂരിലെ ATM കവർച്ചാ കേസിൽ തമിഴ്നാട്ടിൽ 4 സംഘങ്ങളായി അന്വേഷണം. പ്രതികളെക്കുറിച്ച് കൂടുതൽ വിവരം ശേഖരിക്കാനായി തമിഴ്നാട് പോലീസിലെ ഒരു സംഘം ഹരിയാനയിലേക്ക് പോകും. പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തെലങ്കാന, കർണാടകം, കേരളം, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ ATM കവർച്ചാ കേസുകളിലും പ്രതികൾക്ക് പങ്കുണ്ടെന്നാണ് തമിഴ്നാട് പോലീസിന്റെ കണ്ടെത്തൽ. MLA PV അൻവറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് CPM സംസ്ഥാന നേതൃത്വം. കേന്ദ്ര കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വം വിവാദം വിശദീകരിക്കും. ഡൽഹിയിൽ നാളെയും മറ്റന്നാളുമായാണ് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത്. മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം പാർട്ടിക്കെതിരെ തിരിക്കാൻ അൻവറിന്റെ നീക്കം കാരണമായേക്കുമെന്നാണ് CPM വിലയിരുത്തൽ. അൻവറിന്റെ ഓരോ നീക്കത്തെയും ഏറെ കരുതലോടെയാണ് അതിനാൽ നേതൃത്വം കാണുന്നത്. MLA PV അൻവറിന്റെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയ സംഭവവും ഗൗരവമേറിയ വിഷയമാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തനിക്ക് പരാതി കിട്ടിയാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഫോൺ ചോർത്തലിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ മാറ്റിയേ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും LDF ഭരിക്കുന്ന ഒരു സർക്കാരിൽ ADGP ആകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPM പ്രവർത്തകരുടെ അൻവറിനെതിരെയുള്ള കൊലവിളി മുദ്രാവാക്യത്തെയും ബിനോയ് വിശ്വം വിമർശിച്ചു. കയ്യും കാലും വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാകണമെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. ADGPയെ മാറ്റാതെ മുന്നോട്ടു പോകാൻ ഗവൺമെന്റിന് പ്രയാസമായിരിക്കുമെന്ന് CPI നേതാവ് പ്രകാശ് ബാബു. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ ഒരു തർക്കത്തിനില്ലെന്നും എന്നാൽ ADGPയെ മാറ്റുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞതിനെ മുഖവിലക്കെടുക്കുകയാണെന്നും പ്രകാശ് ബാബു കൂട്ടിച്ചേർത്തു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സ്വകാര്യ സന്ദർശനം മാത്രമെന്നാവർത്തിച്ച് ADGP MR അജിത് കുമാർ. സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് തൃശൂരിൽ ദത്താത്രേയയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിട്ടില്ലെന്നും DGPക്ക് നൽകിയ മൊഴിയിൽ ADGP പറഞ്ഞു. കോവളത്ത് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നുവെന്നും അതിനിടെയാണ് റാം മാധവിനെ കണ്ടതെന്നുമാണ് രണ്ടാമത്തെ കൂടിക്കാഴ്ചയിലെ വിശദീകരണം.
ഈ ഓണം 100-ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി CPI. തൃശൂർ പൂരം അലങ്കോലമായതിനെ തുടർന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി നിയമവിരുദ്ധമായി ആംബുലൻസിൽ സഞ്ചരിച്ചുവെന്നാരോപിച്ചാണ് CPI പരാതി നൽകിയത്. പൂരം അലങ്കോലമായ രാത്രി തൃശൂരിലെ വീട്ടിൽ നിന്നും തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് സുരേഷ് ഗോപി എത്തിയത്. മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനും എതിരെ വർഷങ്ങളായി നിലനിൽക്കുന്ന ആരോപണങ്ങളാണ് MLA PV അൻവർ ഉന്നയിച്ചതെന്നും എല്ലാം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് നേരത്തെ അൻവർ ഇത് വെളിപ്പെടുത്തിയില്ലെന്നും PC ജോർജ്. PV അൻവറിനെ ആദ്യം പിന്തുണ നൽകിയത് KT ജലീലും കാരാട്ട് റസാഖുമാണ്. കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമാണോ അൻവറിന് പിന്നിലെന്നും സംശയിക്കുന്നെന്നും PC ജോർജ് ആരോപിച്ചു. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ. EN മോഹൻദാസ് കടുത്ത RSSകാരനാണെന്നും RSS ബന്ധത്തിന്റെ പേരിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെന്നും PV അൻവർ പറഞ്ഞു. നിലമ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ പരാജയപ്പെടുത്താൻ EN മോഹൻദാസ് ശ്രമിച്ചുവെന്നും വർഗീയമായ താൽപര്യമാണ് ഇതിന് പിന്നിലെന്നും അൻവർ ആരോപിച്ചു. PV അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ച് നിലമ്പൂരിൽ ഫ്ലെക്സ് ബോർഡ് വെച്ച് ടാക്സി, ഓട്ടോറിക്ഷ, ആംബുലൻസ് ഡ്രൈവർമാർ. കേരളത്തിൽ രാജഭരണം തുടങ്ങിയിട്ട് 8 വർഷം കഴിഞ്ഞുവെന്നും രാജാവും ബന്ധുക്കളും പ്രജകളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടുവാരി സ്വന്തം കീശ നിറയ്ക്കുമ്പോൾ പടവാളും പരിചയമെടുത്ത് ഒറ്റയ്ക്ക് നേരിടാനിറങ്ങിയ ധീരയോദ്ധാവേ, അങ്ങ് തനിച്ചല്ല. അനേകം മനസ്സും ശരീരവും നിങ്ങളുടെ കൂടെയുണ്ട്. അരിഞ്ഞു തള്ളാൻ വരുന്നവരുടെ മുന്നിൽ ഒരു വൻമതിൽ തീർക്കാൻ ഞങ്ങളുണ്ട്. അൻവർ, നിങ്ങൾ ധീരതയോടെ മുന്നോട്ടു പോകൂ. ഭീരുക്കൾ പലതവണ മരിക്കും, ധീരന് മരണം ഒറ്റത്തവണ മാത്രം എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത്. AK ശശീന്ദ്രന് പകരം കുട്ടനാട് MLA തോമസ് K തോമസ് പുതിയ മന്ത്രിയാകാൻ NCPയിൽ ധാരണയായി. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ശരത് പവാർ നിർദ്ദേശിച്ചതായി PC ചാക്കോ പറഞ്ഞു. വൈക്കം MLA CK ആശയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈക്കം CAയെ സ്ഥലം മാറ്റി. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ സമരം ചെയ്ത CPI നേതാക്കളെ മർദ്ദിച്ചതായും MLAയോട് മോശമായി പെരുമാറിയെന്നും പരാതി ഉയർന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ CK ആശ നിയമസഭാ സ്പീക്കർക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ഇരട്ട പുരസ്കാര തിളക്കവുമായി കേരള ടൂറിസം. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡുകളിൽ 2 കേരളത്തിന് ലഭിച്ചു. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പദ്ധതി നടപ്പിലാക്കിയ കുമരകവും കടലുണ്ടിയും രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജുകളായി തിരഞ്ഞെടുക്കപ്പെട്ടു. കടലുണ്ടിക്ക് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡും കുമരകത്തിന് ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജ് പുരസ്കാരവുമാണ് ലഭിച്ചത്. ആലുവ സ്വദേശിനിയായ നടിയെ പീഡിപ്പിച്ച കേസിൽ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കും. എടോ, എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ജമ്മു കാശ്മീർ വിഷയം UN ജനറൽ അസംബ്ലിയിൽ ഉന്നയിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. കാശ്മീരിൽ ഹിതപരിശോധന നടത്തണമെന്ന് ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടു. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞ അദ്ദേഹം ഭീകരവാദി ബുർഹാൻ വാനിയെ ന്യായീകരിക്കുകയും ചെയ്തു. എന്നാൽ പാക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഹാസ്യമാണെന്ന് ഇന്ത്യൻ പ്രതിനിധി ഭാവിക മംഗളാനന്ദൻ പറഞ്ഞു. ഭീകരവാദം, മയക്കുമരുന്ന്, അന്തർദേശീയ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പ്രശസ്തിയുള്ള ഒരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ആക്ഷേപിക്കുന്നതെന്ന് ഭാവിക വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ. 4 കരസേന ജവാന്മാർക്കും ഒരു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു. 2 ഭീകരർ ഒളിച്ചിരിക്കുന്നതായാണ് വിവരം. പ്രദേശത്ത് വ്യാപകമായി തിരച്ചിൽ തുടരുകയാണെന്ന് കരസേന അറിയിച്ചു. കരസേനയ്ക്ക് പുറമെ CRPFും ജമ്മു കാശ്മീർ പോലീസുമാണ് ഭീകരരെ നേരിടുന്നത്. പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രധാനമന്ത്രിയുടെ കുത്തക മാതൃക രാജ്യത്തെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. GST ലഘൂകരിക്കണമെന്നും അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ചെറുകിട ബിസിനസ്സുകൾക്ക് ബാങ്കിംഗ് സംവിധാനം തുറന്നുകൊടുക്കണമെന്നും രാഹുൽ ഗാന്ധി കാശ്മീരിൽ നിന്നുള്ള ബിസിനസ് ഉടമകളും സ്വകാര്യ മേഖലയിലെ വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചർച്ചയിൽ ആവശ്യപ്പെട്ടു.
ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു യുവ സ്റ്റാർട്ടപ്പ് ഉടമയുടെ കണ്ണിലെ നിരാശ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംരംഭകരുടെയും ചെറുകിട ബിസിനസ് ഉടമകളുടെയും കഷ്ടതകളെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന കേന്ദ്ര ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മുംബൈയിൽ സുരക്ഷ ശക്തമാക്കി. നഗരത്തിലെ വിവിധ ആരാധനാലയങ്ങളിലും തിരക്കേറിയ സ്ഥലങ്ങളിലും ഉൾപ്പെടെ സുരക്ഷ വർദ്ധിപ്പിച്ചതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം തട്ടിയെന്ന പരാതിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് ബാംഗ്ലൂരുവിലെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി കേന്ദ്രമന്ത്രിക്കും മറ്റ് 5 പേർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് പ്രത്യേക കോടതിയുടെ ഉത്തരവ്. മതപരിവർത്തനങ്ങൾ ഉടൻ തടഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷം ന്യൂനപക്ഷമായി മാറുമെന്ന അലഹാബാദ് ഹൈക്കോടതിയുടെ വിവാദ നിരീക്ഷണം നീക്കി സുപ്രീം കോടതി. ഉത്തർപ്രദേശിൽ മതം മാറ്റം തടയൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തിക്ക് ജാമ്യം നിഷേധിച്ചായിരുന്നു അലഹാബാദ് ഹൈക്കോടതി വിവാദ നിരീക്ഷണം നടത്തിയത്. ഇത്തരം പരാമർശങ്ങൾ ഒരു കേസിന്റെ കാര്യത്തിലും നടത്താൻ പാടില്ലെന്നും ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ ഇതുപോലെയുള്ള നിരീക്ഷണങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപക നാശം വിതച്ച് ഹെലൻ ചുഴലിക്കാറ്റ്. 5 സംസ്ഥാനങ്ങളിലായി 45 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കി. മിക്കയിടങ്ങളും വൈദ്യുതി നിലച്ച നിലയിലാണുള്ളത്. പല നഗരങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് 2ാം ടെസ്റ്റിന്റെ 2ാം ദിനവും മഴ കളി തടസ്സപ്പെടുത്തുന്നു. കാൺപൂരിൽ തുടരുന്ന ചാറ്റൽ മഴയാണ് കളിക്ക് തടസ്സമാവുന്നത്. മഴ കാരണം ഇന്നലെ മത്സരം നേരത്തെ നിർത്തിവെച്ചിരുന്നു. ആദ്യ ദിനം 35 ഓവർ എറിഞ്ഞപ്പോൾ 107-ന് 3 എന്ന നിലയിലാണ് ബംഗ്ലാദേശ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.